നമസ്കാരം, ഞാൻ ശ്യാം മോഹൻ കോട്ടയം. ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു തക്കേട്ട വാദ്യമാണ് മൃദംഗം. ഒരു ക്ലാസ് വാദ്യം, അതായത് വിത്ത് ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാദ്യമാണ്. അപ്പോൾ എന്തായാലും വാദ്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം എന്തായാലും ഒന്ന് പരിചയപ്പെടുത്താം. ഇത് പ്ലാവിൻ്റെ കട്ടയിൽ ചെയ്യുന്ന വാദ്യമാണ്. PU ആണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആർട്ട് ഫുള്ള് ഗണ്ണ് വെച്ച് ചെയ്യുന്നതാണ്. ഇത് ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ബിനോയ് ചേട്ടൻ്റെ, പിന്നെ എൻ്റെ അനിയനായ കണ്ണനും മനുവാണ് കൂടിയാണ് ചെയ്യുന്നത്. ഈ വർക്കിൻ്റെ പാറ്റേണും ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പാറ്റേണാണ്. ഇതിപ്പം ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ വാദ്യം കൊണ്ടുതരുന്ന ആൾക്കാർ അവർക്കുള്ള സ്വന്തമായിട്ടുള്ള ഐഡിയാസൊക്കെ പറഞ്ഞാലും ആ സെയിം മോഡലൊക്കെ ചെയ്യാൻ സാധിക്കും. ഇത് പുറത്തൊന്നും ചെയ്യുന്നതല്ല, ഇതെൻ്റെ വീട്ടിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നത്. ഏറ്റവും വർക്ക് ഞാൻ കട്ട മാത്രം വെളിയിൽ ചെയ്യുന്നുള്ളൂ. ബാക്കി കട്ടയുള്ള ഡിസൈൻ വർക്കുകൾ മൂട്ടും എല്ലാം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഞാൻ ആർട്ട് ചെയ്യുന്ന പുറത്ത് വേറെ ആളെക്കൊണ്ടാൽ മാത്രമേ ഉള്ളൂ, പക്ഷേ കംപ്ലീറ്റ് എൻ്റെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ സുഹൃത്ത് അനിൽകുമാർ ചേട്ടൻ്റെ വാദ്യമാണ്. കട്ടപ്പന കാമാശിയുള്ള അനിൽകുമാർ ചേട്ടൻ്റെ വാദ്യമാണ്. പുള്ളിക്ക് ഇതുപോലൊരു വാദ്യം വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അങ്ങനെ ഒരു ആർട്ട് ചെയ്ത് എടുത്തൊരു വാദ്യമാണത്. ഈ ഒരു പെയിൻറ്റിങ് ഞാൻ നല്ല ലാസ്റ്റിംഗ് ആണ്. ഒരു 20 ഇയേഴ്സൊക്കെ ഇത് നിന്നോളും. കാരണം അത് PU ആണ്, വണ്ടിക്കൊക്കെ ചെയ്യുന്നത്. അത്ര ഹൈ ക്വാളിറ്റി പെയിൻ്റാണിത്. ഒരു 20 വർഷം വരെ ഒന്നും ആകത്തില്ല. ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ക്ലിയർ ചെയ്യണം. അത് വീണ്ടും മൂട്ട് മാറാൻ കൊണ്ടുപോഴത്തേക്ക് ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പ്ലാവിൻ്റെ കട്ടയാണ്. നമുക്ക് ലെഫ്റ്റ് മൂട്ട് നോക്കാം. ഈ ഒരു പാറ്റേൺ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് നേരത്തെ ചെയ്ത് കൊടുത്ത ഒരു മോഡലാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് അല്ലാണ്ട് എനിക്ക് ഇത് വീണ്ടും ശ്യാം എനിക്കും ആ സെയിം മോഡലിന് മതിയുന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ചൊരു കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ ആർട്ടിൻ്റെ പാറ്റേൺ സെയിം തന്നെയാണ്. എന്നാൽ അതിനായിട്ട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്രയും ഒരു ഹൈ ലെവലിലുള്ള ഒരു വർക്ക് എനിക്ക് തന്നതിൽ. അപ്പോൾ നമുക്ക് ടോണെന്ന് കിട്ടും വാദ്യത്തിൻ്റെ. ഇതിപ്പം ശ്രുതി ഇപ്പോൾ ഒരു 3 കട്ട ശ്രുതിയാണ്. 2.5 3 വായിക്കാൻ സാധിക്കും. ഇപ്പം ചേർത്തിട്ടുള്ള 3 മൂട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് മൂട്ടാണ്. ഒരു ലെവലേഷൻ പോലെ എത്തിയതൊക്കെ മൂട്ടാണ്. കറക്റ്റ് 16 കണ്ണും ഒരേ സീറ്റിംഗ് ആണ്. ഒരിടത്തും ലെവലേഷൻ പോലും ട്യൂണിങ്ങിന് ഒരു വേരിയേഷൻ വരത്തില്ല. ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഒരു ബിസിനസ് മൈൻഡിലല്ല ഒരിക്കലും. കാരണം എൻ്റെ അച്ഛൻ ഒരു അസാധ്യ ഒരു തബല മൃദംഗ മേഖലയായിരുന്നു. അപ്പോൾ അച്ഛൻ ഞാൻ വർക്ക് പഠിച്ചത്. അപ്പോൾ എനിക്കിതൊരു ബിസിനസ്സായിട്ടല്ല കാണുന്നത്. ഞാനിതെപ്പോഴും എൻ്റെ ഒരു അർപ്പണബോധത്തോടു കൂടി തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് വരുന്ന കസ്റ്റമേഴ്സാണെങ്കിൽ പോലും, തബല പ്ലേയേഴ്സാണ്, മൃദംഗ പ്ലേയേഴ്സാണെങ്കിൽ പോലും വാദ്യം ഞാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് മാക്സിമം നോക്കിയെടുക്കുക. അല്ലെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കുന്ന വാദ്യമാണെങ്കിൽ പോലും അവർ അയച്ചിട്ട് ഇപ്പം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വായിച്ചിട്ട് അവർക്ക് വാദ്യം അവരുടെ ഫിംഗറിന് ഒരു സൂട്ടബിൾ ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പറയാം, ചേട്ടാ അല്ലെങ്കിൽ എനിക്ക് ആ മൂട്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല, ഒന്ന് മാറ്റിത്തരാൻ പറഞ്ഞാൽ ഞാൻ കൃത്യത മാറ്റിത്തരും. ഞാൻ പൈസയിലുണ്ടാകുന്നത് അങ്ങനത്തുമില്ല. അതാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് പറയരുതിനോടത്. അത് പറയേണ്ട ഷോർട്ട് ടൈമുണ്ട്. ഞാനിപ്പോൾ ഈ വാദ്യം ഇപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്നു. ഈ വാദ്യം കൊണ്ടുപോയിട്ട് പുള്ളിക്കാരനിപ്പോൾ വായിച്ചിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച വായിച്ചിട്ട് ഈ മൂട്ട് പുള്ളിക്ക് സ്വാർത്ഥം തോന്നിയെങ്കിൽ തിരിച്ചു തന്നെ ഞാൻ മാറിത്തരും. മൂട്ട് കൃത്യമായിട്ട് ഞാൻ മാറിത്തരും. അല്ലാണ്ട് ഞാൻ ഇനി പറ്റത്തില്ല, പൈസ ഞാൻ പറയത്തില്ല. എന്തായാലും അത് വാദ്യം വായിക്കുന്ന ആൾക്കാർ, തബല പ്ലെയർ ആണെന്നുള്ള മൃദംഗ പ്ലെയർ ആണെന്നുള്ള ആരാണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അല്ല എൻ്റെ ഇഷ്ടത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ
എനിക്ക് ഇത്ര പറ്റത്തുള്ളൂ, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്നല്ല പറഞ്ഞത്. ഓരോരുത്തരും വർക്ക് പറയുമ്പോഴത്തേക്കും ഞാൻ അവരെ വിളിച്ച് ഞാൻ അന്വേഷിക്കും, ചേട്ടൻ ഏത് ടൈപ്പ് തോല വേണ്ടത്, തിക്നെസ് വേണോ അതോ സോഫ്റ്റ് ലെതറാണ് വേണ്ടത്, ഡഗ്ഗയൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഓരോ കാര്യം കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ചിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല, ആൾക്കാരെങ്ങനെ അത് പ്ലെയേഴ്സ്, അത് തബലവാദകരാണെങ്കിലും മൃദംഗവാദകരാണെങ്കിലും അവരെന്ത് പറയുന്നു അവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ള പരാതികളും തീർച്ചയായിട്ടും പറയാം. അത് മറ്റൊരാളുടെ പറയാതെ കണ്ട് കൃത്യമായിട്ടും എന്നെ തന്നെ വിളിച്ച് പറയണം. സംശയം ആ മൂഡ് എനിക്ക് അടിച്ച് തന്നിട്ട് എനിക്കത് ഒരു സുഖം തോന്നുന്നില്ല, അതൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യം മാറ്റിത്തരും. പക്ഷേ അത് പറയേണ്ട ഒരു ടൈമുണ്ട്. അപ്പം അങ്ങനെയോടെ എനിക്കൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ മൂട്ടാണ് പോലും ഇപ്പോൾ ഏത് മൂട്ടില്ല, തബലയാണെങ്കിലും കൊള്ളാം മൃദംഗമാണെങ്കിലും കൊള്ളാം, കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഞാൻ പറയത്തില്ല. ആ മൂട്ട് കൈ കണങ്ങുന്നില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ മാറ്റി തരും. അത് 1, 2, 3 ആഴ്ചയിലും കുഴപ്പമില്ല. 2, 3, 4 മാസം അല്ലെങ്കിൽ 5 മാസം വായിച്ചിട്ട് പിന്നെ എന്ന് പറയരുത്. അതൊരു ഭയങ്കര ഒരു ദുഃഖമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പറയാൻ കാരണം. ഞാൻ എൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ മാക്സിമം വാദ്യങ്ങൾ വളരെ വൃത്തിയായിട്ട് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. ചെയ്യുന്നത് ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത്, ശ്രമിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാനും ബ്യൂട്ടിയായിട്ടും ടോൺ ക്വാളിറ്റികളും കാണാനും ബ്യൂട്ടി. അതായത് വാദ്യം വായിക്കുന്ന ആൾക്കാർ സ്റ്റേജിൽ പോയി കിടന്നുകൊണ്ട് പക്ഷേ അവർ പ്രയാസപ്പെടാൻ പാടില്ല ട്യൂൺ ചെയ്യാനൊക്കെ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പടം പ്രയാസപ്പെട്ടു പോകും. അപ്പം മാക്സിമം വളരെയധികം നന്നായിട്ട് തന്നെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പിന്നെ മൂട്ട് വേഗം പൊട്ടിപ്പോകുന്നത് അത് സാധാരണ തന്നെയാണ്. കാരണം ചിലപ്പോൾ തബലയൊക്കെ കാണുമ്പോൾ നല്ല ഹൈ ടോൺ വരും. ഞാൻ മഹേശ്വർ മണിക്കൊക്കെ തബല ചെയ്ത് കൊടുത്തിട്ട് വേഗം പൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഞാൻ ഹൈ ടോൺ തബലയായിരുന്നു, ഹൈ കാസ് തബലയായിരുന്നു. പക്ഷേ വേഗം പൊട്ടിപ്പോയി തിരിച്ചു വന്ന് ഞാൻ മാറി കൊടുത്തിട്ടുണ്ട്. മഹേശ്വരനൊക്കെ എന്നെ കൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മോനെ എനിക്കത് നീ ചെയ്തണം കേട്ടോ, ഇതെപ്പോഴും 2 തബല ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അത്. അപ്പോൾ അതൊക്കെ ഞാൻ മഹേശ്വരനൊക്കെ അവർക്ക് വേണ്ടി തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത്. അവരുടെ ആ കൈയുടെ വെയിറ്റ് അനുസരിച്ചും അവരുടെ പ്ലേയിങ്ങിൻ്റെ ലെവൽ അനുസരിച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഷാഗിയൊക്കെ ഇടുമ്പോൾ എല്ലാം ഞാനത് ശ്രദ്ധിച്ചാണ്. ഇപ്പം പേരാകുമ്പോൾ രമേശേട്ടനൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും രമേശേട്ടന് ഇപ്പോൾ ആദ്യം സസ്റ്റൈൻ അല്ല വേണ്ടത്, രമേശേട്ടന് ഒരു ക്ലാസിക് ടോണാണ് വേണ്ടത്. ഇപ്പോൾ നായും തിന്നൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടോണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഓരോ പ്ലേയേഴ്സും ഓരോരുത്തർക്കും ഓരോരോ തരത്തിലാണ് വാദ്യം ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ വാദ്യം ഇപ്പോൾ തബലയാണ് മൃദംഗം, ഓരോരുത്തർ വായിക്കുന്നതും പല സ്റ്റൈലുകളാണ്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു വലിയൊരു എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്, എൻ്റെ ഫാദറും അതുപോലെ തന്നെയാണ്. എൻ്റെ ഫാദറൊക്കെ അറിയപ്പെടാതെ പോയ ഒരു കലാകാരനാണ്, ഇടുക്കി ജില്ലയിൽ മാത്രമായിട്ട് അറിയപ്പെട്ട വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ത്യയോട്ട് അറിയപ്പെട്ടു പോയത്. ഇടുക്കി ജില്ലയിൽ മാത്രമായിട്ട് അറിഞ്ഞ ഒരു കലാകാരൻ. പക്ഷേ അസാധ്യമായിട്ട് തബലയും മൃദംഗം വായിക്കുമായിരുന്നു, തബലയും മൃദംഗം മേക്കറായിരുന്നു. അപ്പോൾ അച്ഛനിൽ നിന്നാണ് ഞാൻ ഈ വർക്ക് പഠിച്ചത്. ഞാൻ ഓർത്തിൻ്റെയൊന്നും പോയി വർക്ക് പഠിച്ചിട്ടില്ല. ഈ തബലയാണ് മൃദംഗമാണ് എൻ്റെ ഒറ്റ ഗുരുതാൻ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ എൻ്റെ തനതായ ശൈലികളാണ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന കുറേ സമ്പ്രദായങ്ങൾ, അതാണ് ഞാൻ ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ഭയങ്കര താല്പര്യമായിട്ടുണ്ട്. ഞാൻ എനിക്കൊരു ക്രൈസാണ്. കാരണം വെച്ചാൽ പൈസയെക്കാട്ടിലുപരി ഞാൻ ഇതിനെ സ്നേഹിക്കുന്ന ഒരു കാരണമുണ്ട്. കാരണം വെച്ചാൽ ഈ ആദ്യം ഞാനൊരു വോക്കലിസ്റ്റാണ്, ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വോക്കലിസ്റ്റും തബല മൃദംഗം പ്ലെയറാണ്, ഹാർമോണിയം പ്ലെയറും കൂടെയാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് ഞാൻ ഈ കലയിൽ തന്നെ വളർന്നു വരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ പണ്ട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ വാദ്യം തരുമ്പോഴത്തേക്കിന് ഏത് പാറ്റേണും ഏത് രീതിയിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ 6.5 ഇഞ്ചിലുള്ള എച്ചുകട്ട ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 6.25 ഇഞ്ച് എച്ചുകട്ട ഞാൻ ചെയ്യും. 6.25 ഇഞ്ച് ഉള്ള വാദ്യം 5 ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരും. എനിക്കടുത്ത് യാതൊരു ഭയവുമില്ല. കാരണം വെച്ചാൽ അത് ഒക്കുകയും ചെയ്യും, ശ്രമിക്കുകയും ചെയ്യും ഞാനതിന്. അതിനുവേണ്ടി അപ്പോൾ ഞാൻ എൻ്റെ തോൽ സെലക്ഷനൊക്കെ മാറ്റും. അതിന് ഏത് തരത്തിലുള്ള തോലിട്ടാലാണ് അത് ആ റേഞ്ചിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് ചെയ്തുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ വരുന്നതിനാണല്ലോ ഇത് വേറെ 4 കയറ്റാൻ പറ്റും. ഇപ്പം ഈക്കാണുള്ളത് സുഖമായിട്ട് ഒന്ന് നട്ടൊന്ന് മുറിക്കാതെ എഫിന് കയറ്റാൻ പറ്റും. F # 4.5 ഒന്നാക്കാൻ പറ്റും ആദ്യം. ഇപ്പോൾ ഈക്കാണുള്ളത്. അപ്പോൾ എൻ്റെ വർക്കുകൾ കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പം എന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ FBയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ വിളിച്ചിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വാദ്യങ്ങൾക്ക് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാം. ആർട്ട് വർക്ക് ചെയ്താൽ പോലും എങ്ങനെ വെള്ളം തരാം. ആർട്ട് വർക്ക് ഹാൻഡിൽ ചെയ്ത് വരച്ചിരുന്ന വർക്കുകളുണ്ട്, അല്ലാതെ ഗണ്ണ് വെച്ച് സ്പ്രേ ചെയ്യുന്ന വർക്കുകളുണ്ട്. നിങ്ങളെല്ലാവരുടെയും താല്പര്യം പോലെ ചെയ്തു തരുന്നതായിരിക്കും. പക്ഷേ വൈകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പിന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ശിഷ്യനൊരു ജോസുണ്ട്, പിന്നെ എൻ്റെ അച്ഛനനിയനുണ്ട്, പിന്നെ എൻ്റെ വൈഫ് മക്കളൊക്കെയാണ് എൻ്റെ കുറച്ച് സഹായിക്കുന്നത്. അപ്പം പക്ഷേ വർക്കിൻ്റെ മുട്ടടിക്കുന്നതെല്ലാം ഞാനും പിന്നെ ജോസ് ഇറക്കി വന്ന് സഹായിക്കും ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് മഷി ചോറെല്ലാം ഇടുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അപ്പം ഒരുപാട് പേരുടെ വർക്കുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ജസ്റ്റ് യൂട്യൂബ് കണ്ടിട്ട് തന്നെ ഒത്തിരി പേര് വർക്ക് എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യണം.
തരുമ്പോഴത്തേക്കിന് നല്ല വാദ്യം തരാൻ ഞാൻ ശ്രമിക്കും. ഏറ്റവും ഒരു 90% ഞാൻ നല്ല വാദ്യം തരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ വാദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് അല്ലേട്ടനും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഇതുപോലെ വാദ്യം ചെയ്യിച്ചതിന്. ടോൺ എന്നുള്ള കേട്ട് നോക്കാം. ചിലരെങ്ങനെ വിളിച്ചു നോക്കും ഷാംചേട്ടൻ്റെ മൂട്ടിന് ഒരു ഞാൻ അഹങ്കാരം പറഞ്ഞല്ലോ കേട്ടോ, ഭയങ്കര വിളിയാണ്, ഭയങ്കര സസ്റ്റൈൻ, അതിൽ ഓവറല്ലേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അതെൻ്റെ കുഴപ്പമല്ല. കാരണം എനിക്ക് തരുന്ന എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും പറഞ്ഞ അങ്ങനെയാണ്. ഇപ്പം എനിക്ക് പാലക്കാട് മഹേശ്വരം ആദ്യം കൊണ്ടുവന്നാലും ഷാമ ടോണ് എത്രമാത്രം ടോൺ കിട്ടുമോ അത്രയും ചെയ്യാൻ പറയും. അപ്പം തരുന്ന മിക്ക ആൾക്കാർക്കും ഇപ്പം സാധനമായിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ണൂരുള്ള ആടൂർ ബാബു സാറിന്, അങ്ങനെയുള്ള ഇപ്പം ഹരിപ്പാട് MS രാജ് സാറുണ്ട്, ഇപ്പോൾ ആലപ്പുഴ തന്നെ പറ്റും. ഇപ്പം കോഴിക്കോടുള്ള എൻ ഹരി സാറ് ഒരു വാദ്യം തന്നത് ചെയ്യാനായിട്ട്, പുതിയ കട്ട സഹിതം എൻ ഹരി സാറ്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ ടോണ് എത്ര വിളി ഉണ്ടാലും അവർക്ക് പരാതിയില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത്രമാത്രം വിളിയിൽ ചെയ്യുന്നത്. അപ്പോൾ ചിലർ ധാരണ വെച്ചാൽ ഈ അത്രയും വിളിയുള്ളതുകൊണ്ട് ഇത് ചുണ്ണാമ്പ് തോലല്ല ചെയ്യുന്നതാണ്. ഒരിക്കലുമല്ല കേട്ടോ, ഇത് ചുണ്ണാമ്പ് തോലല്ല. ഒറിജിനലായിട്ടുള്ള പശുത്തൊലിയും അകത്തുള്ളത് ആട്ടുതൊല തന്നെ, പച്ച ആട്ടുതൊല തന്നെയാണ്, ബ്ലീച്ച് ചെയ്യാത്ത ആട്ടുതൊല തന്നെയാണ്. സെയിം ഈ തൊപ്പിത്തോലിട്ടിരുന്ന സെയിം ഇതേ ആട്ടുതൊല തന്നെയാണ്. ഞാൻ മൃദംഗം അങ്ങനെ ബ്ലീച്ച് പോലെ ചെയ്യത്തില്ല. ബ്ലീച്ച് പോലെ ചെയ്യും ഞാൻ. കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടാൽ ഞാൻ കൃത്യമായിട്ട് ബ്ലീച്ച് ചെയ്ത് കൊടുക്കും. ഞാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒറിജിനൽ തോല തന്നെയാണ് ചെയ്യുന്നത്, ബ്ലീച്ച് പോലെ ചെയ്യാറില്ല. ആരെങ്കിലും പറഞ്ഞാൽ ചെയ്തു തരും. പക്ഷേ ആ ടോൺ കേൾപ്പിക്കുന്നത് അങ്ങനത്തുള്ള ഈ സാധാരണ നാടൻ തോല തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. സമയം വൈകിയാലും നല്ല വാദ്യം തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പേര് ശ്യാം മോഹൻ, ഞാൻ കോട്ടയത്ത് വാകത്താനത്താണ് താമസിക്കുന്നത്. എൻ്റെ നമ്പർ 9747784977. നന്ദി, നമസ്കാരം.